മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിൽ ദളിത് വിദ്യാർത്ഥിനിക്ക് നേരെ ജാതി അധിക്ഷേപം നടത്തിയതായി പരാതി. പുളിക്കൽ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെയാണ് പെൺകുട്ടി മലപ്പുറം എസ്.പിക്ക് പരാതി നൽകിയത്. ദളിത് വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പ് വാങ്ങാനെത്തിയപ്പോൾ ദാനം നൽകുന്നത് വാങ്ങാൻ വന്നവളെന്ന് പറഞ്ഞും ജാതി പറഞ്ഞും അധിക്ഷേപം നടത്തിയെന്നാണ് പരാതി. 2022-23 വാർഷിക പദ്ധതി പ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് ഏറ്റുവാങ്ങുന്നതിനാണ് ബിരുദ വിദ്യാർത്ഥിനിയും സഹോദരനും പുളിക്കൽ പഞ്ചായത്തിലെത്തിയത്. എന്നാൽ സമർപ്പിച്ച രേഖകൾ ശരിയല്ലെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് സെക്രട്ടറി പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് പരാതി. അവിടെ സാധനം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു പറഞ്ഞ് കുറേ പേപ്പറൊന്നും ഇല്ല, പിന്നെ കോളേജിൽ നിന്ന് കിട്ടിയ പേപ്പർ ഫോട്ടോസ്റ്റാറ്റാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ പറഞ്ഞ് ഇത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞ്. കാരണം കോളേജ് കഴിഞ്ഞിറങ്ങിയതുകൊണ്ട് ആ പേപ്പർ ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതായും പരാതിയുണ്ട്. നമ്മളെ താഴ്ന്ന ജാതിക്കാരാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിതാക്കിയത്. എനിക്ക് തരാൻ കഴിയൂല, ഇതിന്റെ മേലെ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നാണ് പേപ്പർ എറിയാണ് ചെയ്തത്. വിഷയത്തിലിടപെട്ട വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ഈ കുട്ടീൻ്റെ മാനസികമായിട്ടുള്ള വിഷമത്തിനെ പറ്റി ഞങ്ങൾ AS ആയിട്ട് സംസാരിച്ചപ്പം കുട്ടീൻ്റെ വിഷമമല്ല, എനിക്കെൻ്റെ ജോലിയാണെന്ന് പറഞ്ഞിട്ട് ഈ സെക്രട്ടറി AS അസിസ്റ്റന്റ് സെക്രട്ടറി തള്ളാക്കി. എന്നാൽ ശരിയായ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ഉണ്ടായതെന്നും വിദ്യാർത്ഥിയുടെ പേരിൽ വന്ന ലാപ്ടോപ്പ് അവർക്ക് നൽകിയിട്ടും സ്വീകരിച്ചില്ലെന്നുമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. റിപ്പോർട്ടർ, മലപ്പുറം. പ്രിയപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? പണ്ടൊരു കാലത്ത് നമ്മുടെ സ്കൂളിൽ ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ തരംതിരിക്കുന്ന ചില അധ്യാപകരുണ്ടായിരുന്നു. ഗ്രാൻഡ് വാങ്ങാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാലത്ത് കേട്ട പ്രയോഗങ്ങളാണ്. സ്കോളർഷിപ്പ് കൊടുത്തപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വന്നപ്പോഴും അവർക്ക് സൗജന്യമായിട്ട് ഇത്തരം പദ്ധതികൾ കൊടുക്കുന്ന സമയത്തും അവരെ വേർതിരിച്ച് കാണുന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു. ഇത്തരം മനോഭാവമൊക്കെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് പഞ്ചായത്ത് സെക്രട്ടറി കൈ വെച്ചാൽ മതി എന്നേ നമുക്ക് പറയാനുള്ളൂ.